ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ ഓൾറെഡി ഒരു പാർട്ട് എടുത്ത് കഴിഞ്ഞതായിരിക്കും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ടെക്നിക്സ് ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഏരിയ എന്താണെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് അറിയാം. നെയിമിൽ തന്നെ ഉണ്ട്, ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റിന് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ പ്രോസസ്സും ഒക്കെ പ്രോസസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻ്റ് ആണ്. നമുക്ക് എങ്ങനെയൊക്കെ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു 7 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്ന 2 എണ്ണം, അതായത് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആൻഡ് മാനേജറിയൽ ഗ്രിഡ് എന്ന് പറയുന്ന 2 മെത്തേഡ് ലബോറട്ടറി ടെക്നിക്സ് എന്നാണ് പറയുന്നത്. ആൻഡ് അത് ഒരു 5 മെത്തേഡ്സിനെ നമ്മൾ നോൺ ലബോറട്ടറി ടെക്നിക്സ് എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷന് വരാവുന്ന ചേഞ്ചസ് അതെങ്ങനെയൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനൊക്കെ ഓർഗനൈസേഷനെ കേപ്പബിൾ ആക്കാം എന്നുള്ളതാണ് ഈ ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് മെത്തേഡ്സിൽ അല്ലെങ്കിൽ ടെക്നിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ്റെ ഓവറോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രോബ്ലംസ് അറൈസ് ചെയ്യും, ഒരുപാട് ലീഡർഷിപ്പ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. ഇതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കുക, സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആണ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്, നമ്മുടെ ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഹ്യൂമൻ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങിൽ ചെയ്യുന്നത് ഒരു സെൻസിറ്റിവിറ്റി ഗ്രൂപ്പ് ഉണ്ടാകും. ഓർഗനൈസേഷനിൽ ഒരു സെൻസിറ്റിവിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് എ സ്മോൾ ഡിസ്കഷൻ ഗ്രൂപ്പ് വിത്തൗട്ട് എനി ലീഡർ. ഓക്കെ, ഇവിടെ ലീഡർക്ക് പകരം ആരാ പിന്നെ ഉണ്ടാവുന്നത്? ദ ഗ്രൂപ്പ് ഹാവ് എ ട്രെയിനർ. ട്രെയിനർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ, ഈ സെൻസിറ്റിവിറ്റി ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡിസ്കഷനിൽ ഏർപ്പെടുകയാണ്. ആൻഡ് ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്കിൽ അല്ലെങ്കിൽ നോളജിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഴ്സൺസിൻ്റെ ഫീലിങ്സ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റിനാണ്. ഗീവ് ഇമ്പോർട്ടൻസ് ടു ഫീലിങ്സ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് നോട്ട് ടു ടെക്നിക്കൽ സ്കിൽ ഓർ നോളജ്. ആൻഡ് ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 10 to 15 മെമ്പേഴ്സ് ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പേഴ്സായിട്ട് വരിക. അവരവരുടെ ഐഡിയാസ്, ബിലീവ്സ് ഒക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇവിടെ പറഞ്ഞു സ്കിൽസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റിനാണ് അല്ലെങ്കിൽ ഫീലിങ്സിനാണ്. ആൻഡ് അവരുടെ വർക്ക് ഫീലിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ റിയാക്ഷൻസ് ആൻഡ് എക്സ്പ്രഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും റിയാക്ഷൻസ്, ഓരോ പേഴ്സൻ്റെയും, ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഓരോ പേഴ്സൻ്റെയും റിയാക്ഷൻസ് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും എബിലിറ്റീനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആൻഡ് മറ്റുള്ളവരുടെ അറ്റൻഷൻ എത്രത്തോളം സീക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും സ്വന്തം ശ്രദ്ധ, അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യുന്നതിന് എത്രത്തോളം നമ്മളുടെ റിയാക്ഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പാർട്ടിസിപ്പൻസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ പേഴ്സൻ്റെയും പേഴ്സണൽ വാല്യൂസിന് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ടു ഡെവലപ്പ് എ സയൻറ്റിഫിക് ഔട്ട്ലുക്ക്. നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യാം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളൊരു സയൻറ്റിഫിക് ഔട്ട്ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഹെൽപ്പ് ടു അച്ചീവ് ബിഹേവിയറൽ എഫക്റ്റീവ്നെസ് ഇൻ ട്രാൻസാക്ഷൻസ്. അതായത് നമുക്കൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ ബിഹേവ് ചെയ്യണം, ഒരു എൻവയോൺമെൻറ്റിലാവുന്ന സമയത്ത് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനും ഈ ഒരു സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെത്തേഡാണ്.
ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാനേജറിയൽ ഗ്രിഡാണ്. ഇതിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ലീഡർഷിപ്പിൽ പഠിച്ചിട്ടുള്ള മെത്തേഡാണ് മാനേജറിയൽ ഗ്രിഡ്. ഇവിടെ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്നുള്ള രണ്ട് കോൺസെപ്റ്റിൻ്റെ ബേസിസിൽ 5 ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ ലോ എന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഈ ഒരു മാറ്റർ. ദെൻ നെക്സ്റ്റ് സർവേ ഫീഡ്ബാക്ക് ആണ്. ഇപ്പോൾ സർവേ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു മാറ്ററിന് റിലേറ്റഡ് ആയിട്ട് ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബേസിസിൽ ഒരു ഡിസിഷനിൽ എത്തിച്ചേരുന്നതാണ് സർവേ ഫീഡ്ബാക്ക് എന്നുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് നോക്കുക, 3 സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഡാറ്റ കളക്ഷനാണ്. അതായത് നമ്മളൊരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യനെയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. ആൻഡ് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ഓർഗനൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ടാബുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട് അതിനെ ടാബുലേറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഓഫ് ഇൻഫർമേഷനാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ അനാലിസിസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റേൻ്റെ ബേസിസിൽ നമ്മൾ ഫീഡ്ബാക്ക്സ്, നമ്മൾ ആരടുത്തു നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. കാരണം ഇത് എക്സ്പേർട്സാണ് കളക്ട് ചെയ്യുന്നത്, അവരാണ് ഇതിൻ്റെ ഡാറ്റനെ അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിൽ ആ ഇഷ്യൂ അല്ലെങ്കിൽ ആ മാറ്റർ റിലേറ്റഡ് ആയിട്ട് ഫീഡ്ബാക്ക്സ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ അപ്പ് ആണ്. നമ്മൾ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തതിൻ്റെ ബേസിസിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഓരോരുത്തരിലും ആക്ഷൻ പ്ലാൻസ് അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഡെവലപ്പ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് എങ്ങനെയൊക്കെ നമുക്കൊരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോബ്ലം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഫോളോ അപ്പ് എന്നുള്ളൊരു മെഷേഴ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡാറ്റ കളക്ഷൻ, ഫീഡ്ബാക്ക് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് എന്നുള്ള 3 സ്റ്റേജസിലൂടെയാണ് സർവേ ഫീഡ്ബാക്ക് എന്നുള്ളൊരു മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രോസസ് കൺസൾട്ടേഷനാണ്. പ്രോസസ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ടൈമിന് നമ്മുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒരു ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ടാകാം ഒരു ഓർഗനൈസേഷനിൽ. അപ്പോൾ ഇവിടെ പ്രോസസ് കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്യൂ എന്താണോ, നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഇഷ്യൂ എന്താണോ അതിന് നമ്മൾ കെയർഫുള്ളി ഇൻ്റർവെൻ ചെയ്യുന്ന അല്ലെങ്കിൽ കെയർഫുള്ളി നമ്മൾ അതിലേക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന മെഷേഴ്സാണ് പ്രോസസ് കൺസൾട്ടിംഗ് എന്നുള്ള ഒരു മെത്തേഡിൽ പറയുന്നത്. ഇറ്റ് ഈസ് കെയർഫുള്ളി ഇൻ്റർവെനിങ് ഇൻ എ ഗ്രൂപ്പ് ഓർ ടീം ടു ഹെൽപ്പ് ഇറ്റ് ടു അക്കംപ്ലിഷ് ഇറ്റ്സ് ഗോൾ. നമ്മളുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗോൾ അക്കംപ്ലിഷ് ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യാണ് ഇവിടെ പ്രോസസ് കൺസൾട്ടിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് എന്ന രീതിയിലൊരു ലീഡിങ് അല്ല നമുക്കിവിടെ ചെയ്യുന്നത്, കൺസൾട്ടേഷനാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് വരുത്തണം, വാട്ട് ആർ ദ എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ദാറ്റ് ഹാവ് ടു ബി ഡൺ ഇൻ ദ ഓർഗനൈസേഷണൽ മെത്തേഡ്സ്. നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ലീഡർഷിപ്പിലായിരിക്കും ചേഞ്ചസ് വരുത്തേണ്ടത്, ചിലപ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിലായിരിക്കും ചേഞ്ചസ് വരുത്തുന്നത്, ചിലപ്പോൾ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസിലായിരിക്കും ചേഞ്ചസ് വരുത്തേണ്ടത്. അങ്ങനെ എവിടെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അതിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു നോ ദ വേരിയസ് ഓർഗനൈസേഷണൽ പ്രോസസ് ദാറ്റ് ക്യാൻ ബി ലിങ്ക്ഡ് ടു ഒബ്ജക്റ്റീവ് അച്ചീവ്മെൻറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് ഓർഗനൈസേഷണൽ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പോൾ 2 ഒബ്ജക്റ്റീവ്സാണ് പ്രോസസ് കൺസൾട്ടേഷനിൽ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്രോബ്ലം റിമൂവ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ബെറ്റർ അച്ചീവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോസസ് കൺസൾട്ടേഷൻ. ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോൺടാക്ട് വിത്ത് ദ ക്ലയൻറ്റ്. നമ്മളുടെ ക്ലയൻറ്റ് ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് ആരാണോ അവരെ ഈ ഒരു കൺസൾട്ടൻറ്റ് കോൺടാക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു ക്ലയൻറ്റും കൺസൾട്ടൻറ്റും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഇൻവോൾവ് ആവുകയാണ്. അതായത് ഫീ റിലേറ്റഡ് ആയിട്ടും ആൻഡ് ക്ലയൻറ്റിന് ഏത് ഏരിയയിലാണ് പ്രോബ്ലം ഉള്ളതെന്ന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആകും. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലയൻറ്റുമായിട്ട് ഒരു മെത്തേഡ് സെലക്ട് ചെയ്യും. ഏത് മെത്തേഡ് വെച്ചാണ് എവിടെയാണ് നമുക്ക് ഒരു പ്രോബ്ലം ഏരിയ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ആ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും ഈ ഒരു കൺസൾട്ടൻറ്റ് കളക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇൻ്റർവെൻ ചെയ്യുക അല്ലെങ്കിൽ കൺസൾട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ഈ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ക്ലയൻറ്റ് കൺസൾട്ടൻറ്റ് റിലേഷൻഷിപ്പ് അവിടെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് പാർട്ടി പീസ് കീപ്പിംഗ് ആണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പീസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവിടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് തന്നെയുള്ള ഡിഫറെൻറ്റ് മെമ്പേഴ്സ് തമ്മിലോ ഒക്കെ പ്രോബ്ലംസ് കോൺഫ്ലിക്ട്സ് അറൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്ട്സ് എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുന്നതിന് ഒരു തേർഡ് പാർട്ടീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് തേർഡ് പാർട്ടി പീസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടീം ബിൽഡിംഗ് ആണ്. ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നെയിമിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ മെമ്പേഴ്സിനെ ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്യാണ്. അവരുടെ പെർഫോമൻസ്, ഓർഗനൈസേഷണൽ പെർഫോമൻസ് ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യാണ് ഓർഗനൈസേഷനിൽ. അത് വഴി ഓർഗനൈസേഷനിൽ ഉണ്ടായേക്കാവുന്ന മെമ്പേഴ്സിന് ഉണ്ടാകാവുന്ന ഡിസ്യൂണിറ്റി അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ്, കോൺഫ്ലിക്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കുറയ്ക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ടീം ബിൽഡിംഗ് എന്നുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡ് കൂടെ ഉണ്ട് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിൻ്റെത്. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. ടോട്ടൽ 7 മെത്തേഡാണ് ഈ ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ടെക്നിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.